എന്താ ഇങ്ങനെ ഹാങ്ങർ പിടിച്ച് നിൽക്കുന്നതെന്നാണോ? ഈ ഹാങ്ങർ കൊണ്ടൊരു ഉപയോഗമുണ്ട്, പ്രത്യേകിച്ച് ഇന്ന്. പണ്ടൊക്കെ ഞാൻ മാത്രമാണ് എൻ്റെ വീട്ടിലൊരു സ്ത്രീജനമായിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ അവസ്ഥ അതല്ല. എന്നോളം അല്ലെങ്കിൽ എന്നെക്കാളും അണിഞ്ഞൊരുങ്ങാൻ താല്പര്യമുള്ള ഒരു മോൾ എനിക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ രണ്ടുപേരുടെ ആക്സസറീസ് എല്ലാം കുഴഞ്ഞ് മറിഞ്ഞ് കിടക്കുകയാണ്. പിന്നെ അതെല്ലാം ഒതുക്കി വയ്ക്കണം. വളകൾ എപ്പോഴും ഒരു പ്രശ്നമാണ്. എനിക്ക് വള വയ്ക്കാൻ നല്ലൊരു സ്റ്റാൻഡില്ലാത്തതുകൊണ്ട് അതെപ്പോഴും കൂടിക്കുഴയും. അപ്പോൾ ഞാൻ ഈ ഹാങ്ങർ എടുത്ത് അങ്ങനെ ഒരു തൽക്കാലം ഒരു നല്ലൊരു സ്റ്റാൻഡ് മേടിക്കുന്നിടം വരെ ഇങ്ങനെ അങ്ങ് ഓർഗനൈസ് ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. കൂടെ ആമിയും ഉണ്ട് ഹെൽപ്പിന്. അവളുടെയും കുറേ സാധനങ്ങളുണ്ട്. അത് അവൾക്ക് ഞാൻ ആമസോണിൽ നിന്ന് പണ്ടൊരു സ്റ്റാൻഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിലിങ്ങനെ തൽക്കാലം തൂക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിൽ കൊള്ളുന്നതേ ഉള്ളൂ. പക്ഷേ പോകെ പോകെ ഇനി കൂടുതൽ വേറെ പല സ്റ്റാൻഡുകൾ ഞാൻ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് അവസ്ഥ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു സാധനം അടുക്കി വെക്കണം എന്നുണ്ടെങ്കിൽ അതെല്ലാം ആദ്യം പരത്തിയിടും. പരത്തിയിട്ട് ഗ്രൂപ്പ് ചെയ്ത് എന്നിട്ടാണ് ഓർഗനൈസ് ചെയ്യാൻ തുടങ്ങുക. കുറച്ചൊരു ടീഡിയസ് ആണ്, ടൈം കൺസ്യൂമിങ് ആണെങ്കിലും എനിക്കങ്ങനെ ആ പ്രോസസ്സിൽ കൂടെ പോകുമ്പോൾ എനിക്കൊരു സന്തോഷവും കിട്ടും. അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. പല ആഭരണങ്ങളും എടുക്കുമ്പോൾ പല ഓർമ്മകളും വരും. ഇതിൽ പലതും 10-20 വർഷമൊക്കെ ആയിട്ട് എൻ്റെ കയ്യിലുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം ഒരു ദിവസം മേടിച്ചതൊന്നുമല്ല. 10-20 ചിലപ്പോൾ ഒരു 20 വയസ്സ് മുതലുള്ള കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ടാവും. അപ്പം ആദ്യം ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളിൽ നിന്ന് തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. എൻ്റെ ജിമിക്കി കളക്ഷൻസാണ് ഇതെല്ലാം. എല്ലാം ഒന്നും ഇവിടെ ഇല്ല, ഉള്ളത് ഞാനിപ്പോൾ എടുത്ത് വയ്ക്കുകയാണ്. ഇതൊരു നല്ല ഭംഗിയുള്ളൊരു സെറ്റാണ്. അതൊരു എൻ്റെ മാലയും ഉണ്ട്. പിന്നെ ഇതൊരു ചന്ത് ബാലി. ഇതെനിക്ക് തോന്നുന്നു ഒരു 10-15 വർഷം എന്തായാലും ആയിട്ടുണ്ട്. ഈ ജിമിക്കിയുടെ കഥ ഞാൻ പറഞ്ഞുതരാം. ഇട്ട വളരെ ഭംഗിയുള്ള ഒരു ജിമിക്കിയാണ്, പക്ഷെ അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. പിന്നെ വരുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു കമ്മൽ. ഇത് ഞാൻ ഇട്ടിട്ട് പോലുമില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഇടാത്ത കുറേ കാര്യങ്ങളും ഇതിലുണ്ട് കേട്ടോ. ഇതും സിമിലറായിട്ടുള്ള, ഞാൻ എപ്പോഴും ഉപയോഗിക്കും സിമിലറായിട്ടുള്ള കാര്യങ്ങൾ ഇടുന്നത് കൊണ്ട് ഇതതിൻ്റെ മറുവശമാണ്. അതൊരു ഡബിൾ സൈഡഡ് ആയിട്ടുള്ള ഒരു കമ്മലാണ്. ഇട്ടാൽ നല്ല ഭംഗിയാണ് കേട്ടോ. സൽവാറിൻ്റെ കൂടെയോ സാരിയുടെ കൂടെയോ ഒക്കെ നന്നായിട്ട് പോവും. ഇതെനിക്ക് വലിയ ഇഷ്ടമില്ലാത്തൊരു ജിമിക്കി ആണെങ്കിലും ഇതിൻ്റെ ഒരു മാലയും വളയും ഉണ്ട്, അതിൻ്റെ കൂടെ അത് നന്നായിരിക്കും. ഈ പേൾ ജിമിക്കി അത് എല്ലാ ഓർണമെൻറ്റ്സിൻ്റെയും എല്ലാ ഔട്ട്ഫിറ്റിൻ്റെയും കൂടെ നന്നായിട്ട് പോകും. ഇതും എനിക്ക് ഇഷ്ടമുള്ളൊരു ഇതാണ്. ഞാനത് ഇട്ടിട്ടുള്ളൊരു ഫോട്ടോ ഞാനിതിലിടാം. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നൊരു ഫോട്ടോയാണ്. ഇതിൽ ഞാൻ വളരെ സുന്ദരിയാണെന്ന് എനിക്ക് തന്നെ ഒരു തോന്നലുണ്ട്. പിന്നെ ഇതുപോലെ ഒറ്റയായി കിടക്കുന്ന കുറേ കമ്മലുകളും ഉണ്ട്. പലപ്പോഴും ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ ഒരെണ്ണം കിട്ടുമ്പോൾ അതങ്ങ് കളയും. പിന്നെയായിരിക്കും മറ്റേ കാണാതെ പോയതിനെ തിരിച്ച് കിട്ടുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഈ ഒറ്റകളെ എല്ലാം ഒരു ബോക്സിലാക്കി വയ്ക്കാം. ഇനി അതിനെ അടുത്ത് തന്നെ കിട്ടുമ്പോൾ അതിൽ തിരിച്ചേൽപ്പിക്കാം. പിന്നെയുള്ള എൻ്റെ കളക്ഷനിൽ ഏറ്റവും ഫേവറേറ്റാണ് എനിക്ക് സിൽവർ ജുംകാസ്. സിൽവർ ജുംക ഇത് ഞാൻ ജയ്പൂരിൽ നിന്ന് മേടിച്ചതാണ്. അടുത്തത് ഇപ്പോൾ റീസെൻ്റായിട്ട് എൻ്റെ അഡീഷനിൽ വന്ന ഒരു ജുംക്കിയാണിത്. കണ്ടോ എന്തൊരു ഭംഗിയാണെന്ന് നോക്കുക അതിലെ കല്ലുകൾ. ഇത് ട്രിവാൻഡ്രം ഓഷ്യൻ ജെംസ് ആൻഡ് പേൾസിൽ നിന്ന് മേടിച്ചതാണ്. ഭയങ്കര ഭംഗിയാണ് അത് ഇട്ട് കഴിഞ്ഞാൽ. അടുത്ത് എനിക്ക് ഇച്ചിരി സങ്കടമുള്ളൊരു ജിമിക്കിയാണിത്. കണ്ടോ ഇതിട്ടിട്ട് ടെമ്പിളിൽ നിൽക്കുന്നൊരു ഫോട്ടോയാണത്. ആ ജിമിക്കി ഈ സിൽവർ ജിമിക്കിയൊക്കെ ട്രെൻഡിൽ വരുന്ന ഇനീഷ്യൽ സ്റ്റേജിൽ ഞാൻ മേടിച്ചതാണ്. അതിനെന്ത് പറ്റിയില്ല, അതിൻ്റെ പുറകിലുള്ള ആണി അടർന്നു പോയി. ഇനിയിപ്പോൾ നാട്ടിൽ വരുമ്പോൾ അത് എങ്ങനെയെങ്കിലും ഫിക്സ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കൊന്ന് നോക്കണം. കാരണം ഇത് നല്ല കട്ടിയുള്ള സിൽവറാണ്, വളരെ ഭംഗിയുള്ള വർക്കാണ് അതിലുള്ളത്. എനിവേ അതങ്ങനെ ഒരു വിഷമമായിട്ട് കിടക്കുകയാണ്. നോക്കണം നാട്ടിൽ വരുമ്പോൾ അതെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അങ്ങനെ കല്ല് പോയതും കളയാൻ പറ്റാത്തതും പൊട്ടിയതും ഒക്കെ ആയിട്ടുള്ള കുറച്ച് ജിമികൾ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഇനി അടുത്ത തവണ നാട്ടിൽ വരുമ്പോൾ വേണം എവിടെയെങ്കിലും കൊടുത്തതെല്ലാം റിപ്പയർ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാൻ. അങ്ങനെ കമ്മലുകളെല്ലാം ഞാൻ ഗ്രൂപ്പ് ചെയ്തു. സിൽവറായിട്ടും ട്രഡീഷണലായിട്ടും ഒക്കെയുള്ള സെറ്റുകളായിട്ടും ഗ്രൂപ്പ് ചെയ്തു. പിന്നെ അടുത്തതിലേക്ക് ഇത് സ്റ്റാർട്ട് ചെയ്ത ബാംഗിൾസാണ്. ഞാൻ പൊതുവെ കമ്മലുകൾ എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ബാംഗിൾസും നെക്ലസും പണ്ട് മുതലേ അങ്ങനെ സെറ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരാളല്ലായിരുന്നു. കാരണം എൻ്റെ കമ്മലുകൾ പലപ്പോഴും എല്ലാം വലുതാണ്.
പിന്നെ ഡയമണ്ട്സ് എനിക്ക് ആകെ ഇങ്ങനെ ഒരു കളക്ഷൻ മാത്രമേ ഉള്ളൂ. എനിക്ക് ഡയമണ്ട്സ് ഒരു സെറ്റും പിന്നെ പെൻഡൻസും ഇയർ റിങ്സും ഒക്കെ. അതുകൊണ്ട് അത് ഓൾറെഡി പാക്ഡ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് അതൊന്നും ചെയ്യേണ്ടി വന്നില്ല. അത് അതിൻ്റെ ബോക്സിൽ തന്നെ എടുത്തു വെച്ചു. ആകെ ഇടുന്നതാണ് ഒരൊറ്റ കമ്മലിൻ്റെ ഡയമണ്ട് പൊതുവേ എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമല്ല. പിന്നെ വളകളും ബ്രേസ്ലെറ്റും എനിക്ക് വളരെ കുറവാണ്. കാരണം ഞാൻ അധികം ഉപയോഗിക്കുന്ന ഒരാളല്ല. എനിക്ക് കയ്യിൽ വാച്ച് പോലും അധികപ്പറ്റാണ്. എനിക്ക് വാച്ച് പോലും ഇടുന്നതിനോട് താല്പര്യമില്ല. പിന്നെ റിങ്സ് ഞാൻ തീരെ ഉപയോഗിക്കാത്ത ഒരാളാണ്. അതുകൊണ്ട് അതെല്ലാം ഞാൻ എന്തെങ്കിലും മേടിക്കുമ്പോൾ ഞാൻ ഒരുമിച്ച് മേടിക്കാറില്ല. പിന്നെ ഏതെങ്കിലും സെറ്റിൻ്റെ കൂടെ വന്നാൽ അങ്ങനെ ഉപയോഗിക്കും. റിങ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണിത്. ഇത് പാൻഡോരയിൽ നിന്നാണെന്ന് തോന്നുന്നു ഞാൻ മേടിച്ചത്. പക്ഷേ ഇപ്പോൾ അത് ചെറുതായെന്ന് വെച്ചാൽ എൻ്റെ വിരൽ തടിച്ചു. ഇതൊരു വള, നേരത്തെ ഞാനൊരു കമ്മൽ കാണിച്ചില്ലേ, അതിൻ്റെ വളയാണ്. പിന്നെ ഇത് കുറച്ച് ട്രഡീഷണൽ വളകൾ, അത് ഇപ്പോൾ ഓണം ആയതുകൊണ്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം ലോക്കറിൽ പോവും. പിന്നെ ഇത് ടോർമാലിൻ റോ ക്രിസ്റ്റൽസ് കൊണ്ടുള്ള ബാംഗിൾസാണ്. അടുത്തതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സെറ്റുകൾ വരുന്നത്. ഇത് സാൻഡ് സ്റ്റോണിൻ്റെ ഒരു നെക്ലസും ഇയർ റിങ്സുമാണ്. ഇത് ഇത്ര തവണ ഞാൻ നാട്ടിൽ പോയപ്പോൾ മേടിച്ചതാണ്. കുറേ നാളുകളായി ഞാൻ സാൻഡ് സ്റ്റോണിൻ്റെ എനിക്ക് താല്പര്യമുള്ള ഒരു സെറ്റ് നോക്കി നടക്കുന്നു, കിട്ടുന്നുണ്ടായിരുന്നില്ലേ. പണ്ടൊക്കെ സാൻഡ് സ്റ്റോൺ ഈസിലി അവൈലബിൾ ആയിരുന്നു. ഇപ്പം എന്തോ അതിൻ്റെ നെക്ലസുകളൊന്നും മാർക്കറ്റിൽ അങ്ങനെ സാധാരണ കാണുന്നില്ല. ഇത് വളരെ ഹെവിയാണ്, പക്ഷെ നല്ല ഫാസറ്റഡ് ആയതുകൊണ്ട് നല്ലൊരു തിളക്കമുണ്ട്. ആ സാൻഡിൻ്റെ തിളക്കവും എല്ലാം നന്നായിട്ട് എടുത്ത് കാണാം. ഇങ്ങനെ കാണുന്നതിനേക്കാൾ അത് ഇട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. നല്ല വൈറ്റ് കുർത്തിയുടെ കൂടെയോ ബ്ലാക്കിൻ്റെ കൂടെയോ ഒക്കെ നന്നായിട്ട് പോകും. പിന്നെ ഇതൊരു സിട്രൈനാണ്. ഇതൊരു ലൈറ്റ് ലെമൺ സിട്രൈൻ. ഇത് എനിക്ക് പേരറിയില്ല. നടുക്കുള്ളത് ഗാർനെറ്റ്സ് ആണെന്ന് മാത്രം അറിയാം. ആ ഗ്രീൻ സ്റ്റോണിൻ്റെ പേര് എനിക്ക് അറിയില്ല. അതെല്ലാം ഞാനൊരു ജയ്പൂർ സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണിത്. അമെത്തിസ്റ്റും റോസ് കോട്ട്സും ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ കമ്മൽ സത്യത്തിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് മേടിച്ചതാണ്, പക്ഷേ അതിന് സെറ്റായി നല്ല മാച്ചായിട്ട് കിട്ടി. പിന്നെ ഇത് പിങ്ക് ടോപ്പാസാണ്. അത് ആമിക്ക് വേണ്ടി ഇത്തവണ ഒരു സെറ്റ് ഉണ്ടാക്കിയപ്പോൾ അങ്ങനെ കിട്ടിയതാണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ കാണുന്നതിനേക്കാളും നേരിട്ട് കാണാനായിട്ടും വളരെ ഭംഗിയാണ്. അതിൻ്റെ സെറ്റായിട്ടുള്ള ബ്രേസ്ലെറ്റാണ് നിങ്ങളിപ്പോൾ കണ്ടത്. പിന്നെയും കുറച്ച് ജെം സ്റ്റോൺ ജ്വല്ലറിയും കൂടെ മേടിച്ചിരുന്നു. ഇത് ലണ്ടൻ ബ്ലൂ ടോപ്പാസ്. കാരണം ഇതിൻ്റെ ഒരു ഇയർ റിങ് എനിക്ക് ഓൾറെഡി ആയിട്ട് മേടിച്ചിരുന്നു. അപ്പം അങ്ങനെ ആമിക്കുള്ള നെക്ലസ് മേടിച്ചപ്പോൾ അതിന് മാച്ചിങ് ആയിട്ട് ഞാൻ ഈ നെക്ലസ് മേടിച്ചു. ഇപ്പോൾ എനിക്കൊരു ആഗ്രഹം അതിൻ്റെ ബാംഗിളും കൂടെ ഉണ്ടാക്കി തരാൻ പറയണമെന്ന്. അതുകൊണ്ട് മദർ ഇൻ ലോ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അതൊരെണ്ണം ചെയ്യിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇത് നേരത്തെ കണ്ട റോസ് കോട്ട്സിൻ്റെ ഒരു റൗണ്ട് ബീഡ് വേർഷനാണ്. ഇത് ഒരു ഫോർമൽസിൻ്റെ കൂടെ ഇടാൻ നല്ലതാണ്. പിന്നെ അതിന് മാച്ചിങ് ആയിട്ടുള്ളൊരു കമ്മലാണ് ഇത്. അടുത്ത എൻ്റെ ഫേവറേറ്റാണ്. എത്ര കണ്ടാലും മതിയാവാത്ത ഗാർനെറ്റാണിത്. മുന്തിരി തോറ്റുപോകും, അത്രയും ഭംഗിയാണ് അതിന്. അടുത്തത് പേൾസിൻ്റെ ഒരു പറ്റം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നെക്ലസസുകൾ എനിക്കുണ്ട്. എനിക്ക് എല്ലാ സ്റ്റോൺസും ജംസും ബീഡ്സിലും ഒക്കെ ഏറ്റവും ഇഷ്ടം എപ്പോഴും പേൾസ് തന്നെയാണ്. ഇത് ഞാൻ വീഡിയോ എടുത്തപ്പോൾ തല തിരിഞ്ഞു പോയതാണോ എന്ത് പറ്റിയതാണെന്ന് അറിയില്ല. പിന്നെ ഞാനത് തിരിക്കാൻ പോയില്ല. എന്തായാലും നിങ്ങൾക്ക് ആ ലെയേഴ്സൊക്കെ കാണാമല്ലോ. എനിക്കെപ്പോഴും പേൾസിൽ മൾട്ടി ബീഡഡായിട്ടുള്ള പേൾ നെക്ലസുകൾ ഇഷ്ടമാണ്. ഇതൊരു 3 ലെയർ നെക്ലസ്സാണ്. അതുപോലെ തന്നെ ഇതും എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ഇത് ചേച്ചി ആമിക്ക് കൊടുത്തതാണ്. ഇതൊരു ടോപ്പസിൻ്റെ തന്നെ വേറൊരു എന്തോ ഒരു റോ വേർഷനാണത്. പിന്നെ അടുത്തത് കോറൽ. ജെം സ്റ്റോൺസും ബീഡ്സും ഒക്കെ കളക്ട് ചെയ്യുന്നവർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് ഈ കോറൽ. ഇത് നേരത്തെ ആ ജിമിക്കിയിൽ കണ്ട ടോർമാലിൻ്റെ റോ വേർഷനാണ്. ഇങ്ങനെ കാണുമ്പോൾ വലിയ ഭംഗിയില്ലെങ്കിലും ഇട്ട് കഴിയുമ്പോൾ കൊള്ളാം. ഇത് ആ പേൾസിനൊക്കെ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് പേൾ ഇയർ റിങ്സ് ആണ്. ഞാൻ പൊതുവെ ഇയർ റിങ്സ് മാത്രമേ ഇടാറുള്ളൂ, നെക്ലസ് ഇടുന്നത് പതിവില്ല. ഇനി നമുക്ക് കുറച്ച് ട്രഡീഷണൽ ജ്വല്ലറിയിലേക്ക് കടക്കാം. ഇത് കണ്ടോ, മുല്ലമൊട്ടുമാലയ്ക്കും
പോലെ തന്നെ കിടക്കുന്ന ഒരു നെക്ലസ്സാണ്. ഇതൊരു പുതിയ പഴയ മോഡലാണെങ്കിലും അതൊരു പുതിയ ഡിസൈനാണ്. അത് കഴിഞ്ഞിട്ടുള്ളതും മുല്ലമുട്ടുമാല തിരിച്ച് വെച്ചതുപോലെയുള്ളൊരു ഡിസൈനാണ്. ഇതെല്ലാം ഇപ്പോൾ ഓണം ആയതുകൊണ്ട് എടുത്തൊന്ന് വെളിയിൽ വെച്ചെന്നേ ഉള്ളൂ. മുണ്ട് നേരിയതൊക്കെ ഉടുക്കുമ്പോൾ എപ്പോഴും ഈ ട്രഡീഷണൽ ഓർണമെൻറ്റ്സ് ഇടുന്നത്രയും ഭംഗി വേറെ ഒന്നിനും കിട്ടാറില്ല. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു മാലയാണ് ഇത്. ഇതിന് അവിൽ മാല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ ഇത് ഇത്തവണ നാട്ടിൽ പോയപ്പോൾ മേടിച്ച ഒരു നെക്ലസ്സാണ്. അത് വലിയ കുഴപ്പമില്ല, അങ്ങനെ ഒരു ട്രഡീഷണലൊന്നും അല്ല. അതിന് മാച്ചിങ് ആയിട്ടുള്ളൊരു ജിമിക്കിയും കൂടെ മേടിച്ചിരുന്നു. എനിക്ക് ജിമിക്ക് പൊതുവേ ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. അടുത്തതാണ് ഒരു സ്റ്റാർ. ഇത് ഒരു റൂബി നെക്ലസ്സാണ്. അതിന് മാച്ചിങ് ആയിട്ട് ഇയറിങ്ങും ഉണ്ട്. ഇട്ടാൽ എന്നും ഒരു പുതുമയുള്ള ഏത് ഔട്ട്ഫിറ്റിൻ്റെ കൂടെ ഇടാൻ പറ്റിയൊരു റൂബി നെക്ലസ്സാണ്. നെക്ലസ് ഇയറിങ്ങുമാണ്. ഇത് ഞാൻ ആദിയുടെ 1ാമത്തെ ബർത്ത്ഡേക്ക് ഇട്ടതാണ്. പിന്നെ എൻ്റെ ഗ്രാജുവേഷനൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതും എൻ്റെ ഒരു ഓൾ ടൈം ഫേവറേറ്റ് ആണെന്ന് പറയാം. വളരെ ഭംഗിയാണ്. ഇത് ഇത്തവണ പോയപ്പോൾ മേടിച്ചൊരു കൊച്ചു ജിമിക്കി കേട്ടോ. ഞാൻ പൊതുവേ വലിയ ജിമിക്കുകളുടെ ആളാണ്. ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ ഇടാമെന്ന് വിചാരിക്കണം. അടുത്തൊരു നവരത്ന സെറ്റാണ്. ഇതും ഇത്തവണ മേടിച്ചതാണ്. ഭംഗിയുള്ളൊരു തോട പോലത്തെ കമ്മൽ എനിക്ക് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ പലപ്പോഴും വലിയ തോടകൾ മേടിക്കുമ്പോൾ ഈ വലിയ ആണി കാതിൽ കയറില്ല. ഇതിന് കുറച്ചുകൂടെ നല്ല നേർത്ത ആണിയാണ് ഇങ്ങനെ പിരിച്ച് കയറ്റുന്നത്. അതുകൊണ്ട് നന്നായിരുന്നു അത്. ഇനി ഒരു ലോങ് നെക്ലസ്സാണ്. ലക്ഷ്മിയുടെയൊക്കെ ഡീറ്റെയിൽസ് കണ്ടോ. ഇതും അതിൻ്റെ കൂടെ തന്നെ മേടിച്ച ഒരു ഷോർട്ട് നെക്ലസ്സാണ്. അതിലെ ഈ ഐഡൽസിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് കണ്ടാൽ നമ്മൾ അതിശയിച്ചു പോകും. അത്രയും ഡീറ്റെയിൽസ് കൊടുത്തിട്ടാണ് ഇവർ വർക്ക് ചെയ്തിട്ടുള്ളത്. ഇതിലെയൊക്കെ സ്റ്റോൺ എല്ലാം റിയൽ സ്റ്റോണുമാണ്. അടുത്തത് എനിക്ക് ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടമുണ്ട്. വലിയ കുഴപ്പമില്ലാത്ത എന്നാൽ ഒരുപാട് പൈസ ഞാൻ ചിലവാക്കി മേടിച്ചൊരു നെക്ലസ്സാണിത്. കാരണം ഇതിലെ എല്ലാ സ്റ്റോണും റിയലാണ്. പോൾക്കി ഉൾപ്പെടെ 2-3 ചോക്കർ. ഇതിൽ കുറേ ജ്വല്ലറീസിൽ പലതും ഞാൻ ഇട്ടിട്ടില്ല. ഞാൻ എന്തിനാ മേടിച്ചതെന്ന് വിചാരിക്കുന്ന ഒരു ചോക്കറാണ് അത്. ഞാൻ എപ്പോഴെങ്കിലും ഇടുവോ പോലും അറിയില്ല. ഇനി നേരത്തെ ഞാനൊരു ജിമിക്കി കാണിച്ചില്ലേ, ആ ജിമിക്കിയോടുള്ള പൂതി കൊണ്ട് മാത്രം ഞാൻ മേടിച്ചൊരു മാലയാണിത്. ഇതെൻ്റെ ജീവിതത്തിൽ ഞാൻ ഇടാൻ പോകുന്നില്ല. ആമി എങ്ങാനും വല്ല ഡാൻസും പഠിക്കുകയാണെങ്കിൽ അന്നേരം ഇടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, അറിയില്ല. എനിവേ കാണാനൊക്കെ നല്ല ഭംഗിയാണ്, നല്ല വർക്കാണ്. അതുകൊണ്ട് ഞാനത് എടുത്ത് വയ്ക്കുന്നുണ്ട്. എന്നെങ്കിലും അവൾക്ക് തോന്നുമ്പോൾ ഇടാം. ഇത് റൂബി നെക്ലസിൻ്റെ കൂടെ മാച്ചിങ് ആയിട്ടുള്ള വളയാണ്. അത് അന്നേരം ഞാൻ കാണിക്കാൻ വിട്ടുപോയി. പിന്നെ ആ ഒരു മോതിരവും കൂടെ ഉണ്ടായിരുന്നു. അതും ഞാൻ എടുത്തു വെച്ചു. ഇതും എനിക്കൊരു പ്രിയപ്പെട്ട ക്രിസ്റ്റൽ ഇയറിങ്ങാണ്. അടുത്ത നെക്ലസ്സും വേറെ ബാക്കി എല്ലാം എടുത്ത് വയ്ക്കുന്നതിൻ്റെ ഇടയിൽ വിട്ടുപോയി കിടന്നതാണ്. അതെല്ലാം ഞാൻ ഓർഗനൈസ് ചെയ്ത് ഓരോന്നും ഗ്രൂപ്പ് ചെയ്ത് സിപ്പ് ലോക്ക് ബാഗുകളിലാക്കി വെച്ചു. ഇതാണ് ആമിയുടെ സ്റ്റാൻഡ്. ഇപ്പോൾ റെഡിയാണ്. അവളുടെ വളകളുണ്ട്, ഹെയർ ക്ലിപ്സ് ഉണ്ട്, ഹെയർ ബാൻഡ്സ് ഉണ്ട്. പൊട്ടുകളെല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പുള്ളിക്കാരിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഒരു കാര്യമുണ്ട് ആമയ്ക്ക്, എന്തു കൊടുത്താലും അത് അതുപോലെ തന്നെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരും. ഡേ കെയറിൽ പോയാലും ശരി, ഒരു പാർട്ടിക്ക് പോയാലും ശരി, അവളുടെ ദേഹത്തുള്ള കാര്യങ്ങളെല്ലാം അവൾ സൂക്ഷിച്ച് തിരിച്ചു കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ ഇത് കഴിഞ്ഞ ഒരു 2.5 വർഷം കൊണ്ട് ഞാൻ മേടിച്ച കാര്യങ്ങളാണ്. ഇതെല്ലാം അവളായിട്ട് സൂക്ഷിച്ച് വെച്ചതാണെന്നേ ഞാൻ പറയും. എനിക്ക് കുറച്ച് സൂക്ഷ്മത കുറവാണ്. അപ്പോൾ നേരത്തെ പരത്തിയിട്ടതെല്ലാം ഞാൻ ഇങ്ങനെ നന്നായി ഒതുക്കി ബോക്സുകളിലാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് നാളത്തേക്ക് ഇതിങ്ങനെ ഇരിക്കും. എത്ര നാളത്തേക്കെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഒരു സാരി എടുത്ത് കൊടുക്കുന്ന ദിവസം മതി ഇതെല്ലാം വലിച്ച് വെളിയിലേക്ക് ഞാനിട്ട് പിന്നെയും തകിടം മറിക്കാൻ. എന്തായാലും അതുവരെ ഇത് വൃത്തിയായിട്ടിരിക്കും എന്ന് വിശ്വസിക്കുന്നു. നമ്മളെല്ലാം അടുക്കി പെറുക്കി ഒതുക്കിയൊക്കെ വെച്ച് കഴിയുമ്പോൾ കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലേ. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നന്ദി.